ഹലോ, മെർസറൈസ് ഇക്കത്ത് ഫാബ്രിക് ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സിംഗിൾ ഇക്കത്ത് ഫാബ്രിക് തന്നെ മെർസറൈസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി സോഫൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻസാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു റെഡ് ഷെയ്ഡാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഏകദേശം അതേ പാറ്റേണിൽ തന്നെയാണ് ഇതിലും വീവിങ് വന്നിരിക്കുന്നത്. കണ്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ലൈനിങ് ഇല്ലാതെയും ലൈനിങ്ങോട് കൂടിയും സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ലൈനിങ് ഇല്ലാതെയാണ് കേട്ടോ. ലൈനിങ് ഇട്ട് ചെയ്താലും നല്ലതാണ്. ഇനി ഈ ഫാബ്രിക് നമുക്ക് വേണമെങ്കിൽ ഇത് ടോപ്പ് ചെയ്തിട്ട് ഈ ദുപ്പട്ട കണ്ടോ, ഈ ദുപ്പട്ടയായിട്ട് മാച്ച് ചെയ്ത് നമുക്ക് സൽവാർ സ്യൂട്ടായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ദുപ്പട്ട വരുന്നത്. അടുത്തത് വരുന്നത് നല്ല ഒരു യെല്ലോ ആണ് കേട്ടോ, നല്ല ബ്രൈറ്റ് യെല്ലോ ആണ്. ബ്രൈറ്റ് യെല്ലോയിൽ ഒരു മറൂൺ ഷെയ്ഡിലുള്ള വീവിങ് ആണ് വന്നിരിക്കുന്നത്. ഇതും മെർസറൈസ് ഇക്കത്ത് ഫാബ്രിക് തന്നെയാണ്. ഇത് മാംഗോ യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. മാംഗോ യെല്ലോ ഷെയ്ഡിൽ വാർക്ക് വീവിങ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ട്രഡീഷണൽ ഇക്കത്ത് വീവിങ്. ഇത് ഒരു ടെർമറിക് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ്. ഒരു ടെർമറിക് യെല്ലോ ഷെയ്ഡിൽ ഒരു ക്രീം കളറിലുള്ള വീവിങ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ക്ലോത്താണ്. നമുക്ക് ബ്ലൗസിനും കുർത്തയ്ക്കും ഫ്രോക്കിനും ജെൻസിനും ഷർട്ടിനും പറ്റിയൊരു ഫാബ്രിക്കാണ്. ഇത് മെഹന്തി ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. മെഹന്തി ഗ്രീൻ ഷെയ്ഡിൽ ഇതിലൊരു ഓറഞ്ചും അതുപോലെ തന്നെ ഓഫ് വൈറ്റും കളറിലുള്ള വീവിങ് വന്നിട്ടുണ്ട് കേട്ടോ. സിംഗിൾ ഇക്കത്ത് വീവിങ് വരുന്ന ഫാബ്രിക് തന്നെ സോഫൻ ചെയ്തതാണ് മെർസറൈസ് ഫാബ്രിക് എന്ന് പറയുന്നത്. ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇത് ഒരു പിങ്ക് ഷെയ്ഡാണ്. പിങ്കിൽ വൈറ്റ് കളറിലുള്ള വീവിങ് വന്നിരിക്കുന്ന ട്രഡീഷണൽ ഇക്കത്ത് ഫാബ്രിക്. ഇത് ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന മെർസറൈസ് ഇക്കത്ത് ഫാബ്രിക് ആണ്. റോയൽ ബ്ലൂവിൽ ഒരു വൈറ്റ് കളറിലുള്ള വീവിങ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. ഇതും മെഹന്തി ഗ്രീൻ ഷെയ്ഡിലുള്ള ഇക്കത്ത് ഫാബ്രിക് ആണ്. ഇതിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള വീവിങ് വന്നിട്ടുണ്ട്. ഓറഞ്ച്, യെല്ലോ ആൻഡ് ക്രീം കളറിലുള്ള വീവിങ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. അടുത്തത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതിലും ട്രഡീഷണൽ ഇക്കത്ത് വീവിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള കളർ കോമ്പിനേഷനാണ്. നോർമലി ഇക്കത്തിൽ അധികം കണ്ടുവരാത്ത ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതും ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ വരുന്ന ഫാബ്രിക് ആണ്. ഇതിൽ ഓഫ് വൈറ്റ് ആൻഡ് യെല്ലോ കളറിലുള്ള വീവിങ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോട്ട് സെറ്റ് ചെയ്യാനും ഈ ഫാബ്രിക് നല്ലതാണ്. ടോപ്പും ബോട്ടും ഇതുകൊണ്ട് ചെയ്യാം. ലൈനിങ് ഇല്ലാതെയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബ്ലൗസ് ചെയ്യാനും ജെൻസിന് ഷർട്ട് ചെയ്യാനും ഒക്കെ പറ്റിയ ഫാബ്രിക്. ഇന്ന് കാണിച്ചിരിക്കുന്ന മെർസറൈസ് ഇക്കത്ത് ഫാബ്രിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. COD ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്